കഴിഞ്ഞ വീഡിയോക്ക് ഇങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, 1000 പേർക്കുള്ള ഫുഡ് 1200 ആൾക്ക് കൊടുക്കുന്നത് എങ്ങനെയെന്നുള്ളത്. നമുക്ക് അവരോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 1000 പേരുടെ ഫുഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1000 പേർക്ക് മാത്രമുള്ളതാണ് ഉണ്ടാക്കി വെക്കുക. ആ 1000-ൽ കൂടുതൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 1000 പേര് വന്നേക്കാം, ചിലപ്പോൾ 1300 ആളുകളും വന്നേക്കാം, ചിലപ്പോൾ 700 ആളുകളും വന്നേക്കാം. ഭക്ഷണം കിട്ടാതെ ഒരാളും നമ്മുടെ പരിപാടിയിൽ നിന്ന് പോകരുത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ലയൻറ്റിനോട് നമ്മൾ കറക്റ്റ്, ഞാൻ ഈ നേരത്തെ വീഡിയോയിൽ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, നമ്മൾ ക്ലയൻറ്റിനോട് പറയും, നിങ്ങൾ 1000 പേരുടെ ഫുഡിൻ്റെ ഓർഡർ ആണെങ്കിൽ 1200 ആളുകളുടെ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കും. അതിലിനി ഒരു 100 ആൾക്കാർ കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലയൻറ്റിനോട് പറയാലോ, നിങ്ങൾ പറഞ്ഞത് 1000 പേരായിരുന്നു, പക്ഷെ 1700 ആൾക്കാർ വന്നിട്ടുണ്ട്, ആ 100 ആൾക്കാരെ പൈസ നമുക്ക് തരണം എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റ് തരും. പക്ഷെ നിങ്ങൾ കറക്റ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ ഫുഡ് തികയാതാവുകയാണെങ്കിലോ ആ ക്ലയൻറ്റിന് വലിയൊരു അപമാനക്കേടായിരിക്കും അത്. അപ്പം ആ സമയത്ത് ഇവൻ്റാരും ക്ലയൻറ്റും തമ്മിലുള്ള വലിയൊരു പ്രശ്നമൊക്കെ നടക്കാം. ഇത് ചിന്തിക്കാതാണ് നമ്മളെ വീഡിയോക്ക് വന്നിട്ട് കമൻറ്റ് പറഞ്ഞിട്ടുള്ളത്.